ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായ UAE ഇപ്പോൾ അമേരിക്കയുമായി ഒരു കറൻസി സ്വാപ്പ് ചർച്ച ചെയ്യുന്നു. എന്തിനാണ് UAE ആവശ്യമുന്നയിച്ചത്? ഇതൊരു സാമ്പത്തിക സഹായമാണോ? പാർട്ട് 1. വാട്ട്സ് ഹാപ്പനിങ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAEയുമായി കറൻസി സ്വാപ്പ് പരിഗണിക്കുകയാണ്. പക്ഷേ ഇതൊരു ബെയിൽ ഔട്ട് അല്ലെന്ന് UAE വ്യക്തമാക്കുന്നു. $1 ട്രില്യൺ ആസ്തികൾ, വൻ നിക്ഷേപങ്ങൾ, പണമില്ലായ്മ അല്ല UAEയുടെ പ്രശ്നം. പാർട്ട് 2. വാട്ട് ഈസ് എ കറൻസി സ്വാപ്പ്? കറൻസി സ്വാപ്പ് എന്നത് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ താൽക്കാലികമായി പണം കൈമാറുന്ന ഒരു സംവിധാനമാണ്. ഉദാഹരണത്തിന് UAEക്ക് ഡോളർ ആവശ്യമുണ്ടെങ്കിൽ അമേരിക്ക അത് നൽകും, പിന്നീട് അത് തിരിച്ചു നൽകും. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ബാക്കപ്പ് പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പാർട്ട് 3. ദ റിയൽ വാർണിംഗ്. ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം നീണ്ടാൽ ഡോളർ ലഭ്യത കുറയാം. അത് സംഭവിച്ചാൽ UAEക്ക് അവരുടെ എണ്ണ വിൽപ്പന ചൈനീസ് യുവാനിൽ നടത്തേണ്ട സാഹചര്യം വരാം. ഇത് ചെറിയ മാറ്റമല്ല, പെട്രോ ഡോളർ സിസ്റ്റമിന് തന്നെ ഒരു വെല്ലുവിളിയാകാം. പാർട്ട് 4. വൈ ദിസ് റിസ്ക് നൗ? ഇറാൻ ആക്രമണങ്ങൾ ഗൾഫ് പ്രദേശത്തെ എണ്ണ വിൽപ്പനയെ ബാധിച്ചു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി പോകുന്ന ഫ്ലോ തന്നെ അനിശ്ചിതമായി. അതോടെ ഡോളർ വരുമാനം ബാധിക്കാം, ലിക്വിഡിറ്റി കുറയാം. പാർട്ട് 5. ബിഗ്ഗർ സ്ട്രാറ്റജി. UAE ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവരൊരു സേഫ് ഹബ്ബായി നിലനിൽക്കാൻ ശ്രമിക്കുന്നു. ഡോളർ സംവിധാനത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് ഉറപ്പു വേണം. അതുകൊണ്ടാണ് അമേരിക്കയുമായുള്ള ഈ ചർച്ച. ഇത് സഹായം ചോദിക്കലല്ല, ഇതൊരു മുൻകരുതലാണ്. പക്ഷേ ഇവിടെയുള്ള പ്രധാന വിഷയം, ഡോളർ സംവിധാനത്തിൽ ചെറിയ വിള്ളൽ വന്നാൽ ലോകം മറ്റൊരു വഴിയിലേക്ക് തിരിയാൻ തുടങ്ങും. അപ്പോൾ ചോദ്യം, ഇതൊരു സാധാരണ സാമ്പത്തിക നീക്കമാണോ, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.